മീഡിയസിലേക്ക് സ്വാഗതം. എബ്രഹാം ഓസ്ലറിൻ്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരികയാണ്. ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മറുപടി എക്സലൻറ്റ് എന്നുള്ള ലെവലിലാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണേലും കൊള്ളാം അല്ലെങ്കിൽ ആവറേജ് ആണ് എന്നുള്ള അഭിപ്രായങ്ങളല്ല കണ്ടിറങ്ങുന്നവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മികച്ച സിനിമ എന്നുള്ളത് തന്നെയാണ്. എബ്രഹാം ഓസ്ലർ ഒരു മിഥുൻ മാനുവൽ മൂവി എന്നുള്ള, അതായത് എന്താണ് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുൻ മാനുവൽ തോമസിൻ്റെ വർക്ക് എന്നുള്ളത് തന്നെയാണ്. അത് ഇവിടെ 100% ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. മികച്ച ഒരു ഫസ്റ്റ് ഹാഫ്, അതായത് എക്സലൻറ്റ് ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പ്രതികരണം പുറത്തു വരുമ്പോൾ ജയറാമിൻ്റെ ഏറെ കാലത്തിന് ശേഷമുള്ള മികച്ച ഒരു വേഷം മലയാളത്തിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. മികച്ച സംവിധായകൻ്റെ കയ്യിലേക്ക് ജയറാമിനെ കിട്ടുമ്പോൾ അത് നല്ല ലെവലിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. ഒപ്പം ജയറാമിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ഇതിൽ വലിയ താരനിര തന്നെയാണ് സിനിമയിലുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവായിട്ട് കാണുന്നത്. എല്ലാവരുടെയും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം. ഇൻ്റർവെൽ വരെ എത്തുമ്പോഴത്തേക്ക് ആളുകളെ പിടിച്ചിരുത്തുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു ചെല്ലാൻ ആളുകളെ ഏറെ ഇഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും നേരിനെയൊക്കെ മലർത്തിയടിച്ച് തന്നെയായിരിക്കും ഈ സിനിമ മുന്നോട്ട് പോകാൻ പോകുന്നത്. കാരണം ഒറ്റ പേര് എബ്രഹാം ഓസ്ലർ എന്നുള്ളത് മാത്രമല്ല, അത് പറയാനുള്ളത് മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനത്തിൽ വരുന്ന സിനിമ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതൊക്കെ നമുക്ക് കണ്ടറിയാം. വേറൊന്നുമല്ല, സ്റ്റാർ വാല്യൂ, മോഹൻലാലിൻ്റെയും ജയറാമിൻ്റെ സ്റ്റാർ വാല്യൂ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്താണേലും ഈ എബ്രഹാം ഓസ്ലർ എന്ന സിനിമ ആദ്യ വിജയമായി മാറാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യ സൂചനകൾ. എന്താണ് പ്രിവ്യൂ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ്. പല പ്രിവ്യൂ റിപ്പോർട്ട്സും നമുക്ക് കിട്ടുമ്പോൾ നല്ലതാണെന്ന് പറയുമ്പോഴും പിന്നീട് തിയേറ്ററിൽ വരുമ്പോൾ അത്ര പോരാ എന്ന് നമുക്ക് തന്നെ പറയേണ്ടി വരുന്നതും ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഓസ്ലർ ഇതുവരെയുള്ള പ്രകടനം അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണ്, ഇൻ്റർവെൽ വരെ ആളുകളെ നല്ല ലെവലിൽ പിടിച്ചിരുത്തുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് എങ്ങനെ, അത് തന്നെയായിരിക്കും സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം. സസ്പെൻസും കാര്യങ്ങളും ഒന്നും തന്നെ പുറത്ത് പറയാതെ ഒട്ടും എന്താ പറയുക, ആരെയും ഈ പറഞ്ഞ പോലെ സിനിമ കാണാനുള്ള ആളുകൾക്ക് സ്പോയിലർ ഇല്ലാത്ത ലെവലിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങളിൽ എല്ലാം സൂപ്പർ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം.